മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ ഒന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസും അതുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് ഉയർന്നു വന്ന ധാർമ്മിക പ്രശ്നങ്ങളും. ഈ വിഷയത്തിൽ മലയാളത്തിന്റെ താരരാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടൻ മോഹൻലാലിന്റെ സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ ഇരട്ടത്താപ്പുകൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ചലച്ചിത്രമേളയുടെ വേദിയിൽ വെച്ച് മോഹൻലാലിനെ വിവേകമില്ലാത്തവനെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നു വിളിച്ചത് കേവലം ഒരു വ്യക്തിപരമായ വിമർശനത്തിനപ്പുറം പൊതുസമൂഹത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചോദ്യമാണ് ഉയർത്തുന്നത്. വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് തൊട്ടു പിന്നാലെ നടന്ന ഒരു സംഭവമാണ്. ദിലീപിന്റെ പുതിയ ചിത്രമായ ഭബ് ഹബ്ബ എന്ന സിനിമയുടെ പോസ്റ്റർ യാതൊരു മടിയുമില്ലാതെ മോഹൻലാൽ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു. ഈ നടപടിയാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരെ പ്രകോപിപ്പിച്ചത്. കോടതി വിധി വന്നയുടൻ കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുടെ കരിനിഴലിലുള്ള ഒരു നടന്റെ സിനിമയെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാൾ പരസ്യമായി പിന്തുണച്ചത് ശരിയല്ലാത്തതും ആലോചനയില്ലാത്തതുമായ ഒരു നീക്കമായിട്ടാണ് ഭാഗ്യലക്ഷ്മി വിലയിരുത്തുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അവർക്കൊപ്പം നിൽക്കുന്നുവെന്നും പല വേദികളിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള മോഹൻലാൽ ഇത്തരമൊരു പോസ്റ്റർ പങ്കുവെക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പോലും ആലോചിച്ചില്ലേ എന്ന ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം താരത്തിന്റെ പ്രസ്താവനകളുടെ ആത്മാർത്ഥതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. താരരാജാവിന്റെ ധാർമ്മികത ആ ഒറ്റ പോസ്റ്റിൽ ഒതുങ്ങിപ്പോയതിലെ നിരാശയും രോഷവുമാണ് ഭാഗ്യലക്ഷ്മി പ്രകടിപ്പിച്ചത്. അതിജീവിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതേ നാവുകൊണ്ട് ദിലീപിന്റെ സിനിമയെ പിന്തുണച്ചത് എന്തിനായിരുന്നുവെന്ന ചോദ്യത്തിന് മോഹൻലാലിന് മറുപടി പറയേണ്ടി വരുമെന്ന ചിന്തയിലാണ് സിനിമാ പ്രേമികൾ. ഭാഗ്യലക്ഷ്മി ഉയർത്തിയ വിമർശനങ്ങളുടെ കാതൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ ഒരു വലിയ പൊതുസമൂഹത്തിൽ ഒരു സൂപ്പർ താരം വഹിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തി ഒരു അതിജീവിതയുടെ വേദനയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദുരിതം അനുഭവിക്കുന്ന മറ്റ് അതിജീവിതകൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഭാഗ്യലക്ഷ്മി ഇത് ഒരു സിനിമയുടെ മാത്രം വിഷയമായി കാണുന്നില്ല, മറിച്ച് ധാർമ്മികതയുടെയും പൊതുസമൂഹത്തിൽ നമ്മൾ എന്തിനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെയും വിഷയമായി ഇതിനെ അവർ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ സിനിമാ താരങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. അവരുടെ ഓരോ നീക്കവും പൊതുസമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. ഈ സാഹചര്യത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് വാദിക്കുമ്പോൾ തന്നെ കേസിലെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഒരുതരം ഇരട്ടത്താപ്പായിട്ടേ പൊതുജനത്തിന് വിലയിരുത്താൻ സാധിക്കൂ. ഇത്തരം നിലപാടുകൾ നീതിക്കായി പോരാടുന്ന അതിജീവിതയുടെ മനോവീര്യം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. മോഹൻലാൽ ബോധപൂർവം അല്ലാതെ ചെയ്ത ഒരു നീക്കമാണെങ്കിൽ പോലും അതിന്റെ ഫലം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം വളരെ വലുതാണ്. ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം ദിലീപിനെതിരായ കോടതി വിധിക്കും അതിജീവിതയുടെ പോരാട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. കോടതി വിധി വന്നപ്പോൾ ദിലീപ് ആഹ്ലാദിക്കുകയും കേസിൽ അന്വേഷണത്തെ പിന്തുണച്ച് തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ ആക്രമിക്കുകയും ചെയ്തതിനെ ഭാഗ്യലക്ഷ്മി രൂക്ഷമായി വിമർശിച്ചു. അതിജീവിത ശക്തമായി നിലകൊണ്ടില്ലായിരുന്നെങ്കിൽ മഞ്ജു വാര്യർ പോലും വലിയ ദുരിതം അനുഭവിച്ചേനെ എന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അതിജീവനത്തിന്റെ ഭീഷണമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട സമയത്തേക്കാൾ കൂടുതൽ അപമാനം അതിജീവിതയ്ക്ക് കോടതി മുറിക്കുള്ളിൽ നേരിടേണ്ടി വന്നുവെന്നും എങ്കിലും അവർ ശക്തമായി നിലനിന്നുവെന്നും ഭാഗ്യലക്ഷ്മി വികാരപരമായി ഓർത്തെടുത്തു. ഈ പോരാട്ടത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തമായ ശബ്ദമാണ് ഭാഗ്യലക്ഷ്മിയുടേത്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഫെഫ്കയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് താൻ സംഘടനയിൽ നിന്നും രാജിവെച്ചതിനെ കുറിച്ചും അവർ ഓർത്തെടുത്തു. ഇരട്ടത്താപ്പ് കാണിക്കുന്ന സിനിമാ സംഘടനകൾക്കെതിരെ തന്റെ പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ നേരിട്ടുയർന്ന ഈ ധാർമ്മിക ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പതിവ് പോലെ മൗനം പാലിക്കാനാണോ താരരാജാവിന്റെ തീരുമാനം, അതോ തന്റെ നിലപാട് അദ്ദേഹം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുമോ? ഈ മൗനം വിമർശനങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാവുകയാണെങ്കിൽ അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരത്തിന് മേൽ കറുത്ത നിഴൽ വീഴ്ത്തും. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാനായി സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുമെന്ന പ്രഖ്യാപനം ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നതിന്റെ സൂചനയാണ്. മോഹൻലാലിന്റെ ഈ നടപടി സിനിമാ ലോകത്തെ ധാർമ്മിക പ്രതിസന്ധിയുടെ വ്യക്തമായ ഉദാഹരണമായി നിലനിൽക്കുകയും ഇരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരുടെ ശബ്ദം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും പൊതുസമൂഹവും. താരപദവിയിലുള്ള ഒരാൾ തന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി.